സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടരുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുന്നില്ല. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മീൻ ലഭ്യത കുത്തനെ കുറഞ്ഞതോടെ തൊഴിലാളികൾ വറുതിയിലാണ്. അതേസമയം മീൻ വില കുത്തനെ ഉയരുന്നതോടെ മീൻ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണ്. ഈ സമയത്ത് യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ ഇറങ്ങാത്തതിനാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കാറാണ് പതിവ്. എന്നാൽ ഇത്തവണ സ്ഥിതി നേരെ വിപരീതമാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മീൻ ലഭ്യത ഗണ്യമായി കുറഞ്ഞതായാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കടലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതണക്ക് മത്സ്യം കുറവ്, കാറ്റ്, കോള്. 2 ദിവസം പണിക്ക് പോയി ഇറക്കി വിട്ടപ്പോഴത്തേന് കാറ്റ് കാരണം പോകാൻ പറ്റാതെ തിരിച്ചു വന്നു. ഞങ്ങൾ മാത്രമല്ല മൊത്തം വള്ളങ്ങൾ ഉള്ളവർ ഇപ്പോൾ നമ്മൾ 100 വള്ളം പോയാൽ ഒരു 10-20 വള്ളത്തിൽ കിട്ടും. ബാക്കി വള്ളം കുറവായിട്ട് വരും. എല്ലാവർക്കും കിട്ടത്തില്ല. ഈ സീസണിൽ സാധാരണയായി ലഭിക്കുന്ന കിളിമീൻ, കണവ, മത്തി തുടങ്ങിയ ഇനങ്ങളുടെ വരവും വളരെ കുറവാണ്. മീൻ വരവ് കുറഞ്ഞതോടെ വിലയും അസാധാരണമായി ഉയർന്നു. ഉയർന്ന വില കാരണം ഉപഭോക്താക്കളുടെ വാങ്ങൽ കുറഞ്ഞതും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ജൂലൈ 31 വരെയാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. അതിനിടെ തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യമാണ് ഇപ്പോൾ വിപണിയിലെത്തുന്നത്. എന്നാൽ ഈ മത്സ്യങ്ങളുടെ ഗുണനിലവാര പരിശോധന ചെക്ക് പോസ്റ്റുകളിൽ കാര്യക്ഷമമല്ലെന്ന ഗുരുതര ആരോപണവും മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നു. അമൃത ന്യൂസ്, കൊല്ലം.